നമ്മൾ ഇന്ന് 2 സെക്ഷൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ഏതായിരുന്നു? ഫാക്ടറൈസേഷൻ, ഘടകക്രിയ. എങ്ങനെ ഘടകങ്ങളാക്കി, എങ്ങനെ അഭാജ്യ സംഖ്യകളുടെ ഗുണനമായി ഏതൊരു സംഖ്യേനെ തന്നാലും അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനമായി എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാണ്, മൾട്ടിപ്ലിക്കേഷൻ റൂള് അഥവാ ഗുണന നിയമം. അപ്പോൾ ടീച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക, ടീച്ചർ ഒരു 3 ബോക്സിലാക്കിയിട്ട് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 3 കാര്യങ്ങളാണ് ഗുണന നിയമം എന്ന സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ് ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, എം എൻ എന്ന് പറയുന്നത് ഏത് എണ്ണൽ സംഖ്യകളായിക്കോട്ടെ, എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് കൃതി എം ഇൻറ്റു എക്സ് കൃതി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കൃതി എം പ്ലസ് എൻ, എക്സ് റേസ് ടു എം പ്ലസ് എൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കാർഡിൻ്റെ ഗെയിം വെച്ചിട്ടായിരുന്നു അല്ലേ? നിവേദ്യ എന്ന് പറഞ്ഞ കുട്ടീനൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഗെയിം കളിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കാർഡ് പ്ലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാർഡ് പ്ലേ എന്നിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് ചെയ്ത് നോക്കിയോ? അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ കൂടെ ഇരുന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഒന്ന് കളിച്ച് നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്ക്, കളി ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് നോക്ക്. അപ്പോൾ ഏതൊരു എക്സ് എന്ന് പറയുന്നത് ഏതൊരു സംഖ്യ ആയാലും എം എൻ എന്ന് പറയുന്നത് ഏത് എണ്ണൽ സംഖ്യ ആയാലും എക്സ് കൃതി എം ഇൻറ്റു എക്സ് കൃതി എൻ എന്ന് പറയുന്നത് എക്സ് കൃതി എം പ്ലസ് എൻ ആണ്. അതായത് ആ കൃത്യംഗങ്ങൾ തമ്മിൽ എക്സ് എന്ന് പറയുന്നത് ഒരേ സംഖ്യ തന്നെയാവണം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൃതി 3 5 കൃതി 2 ആണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ 2 കൃതി 5 + 2 എന്ന് എഴുതാൻ പാടില്ല, അവിടെ തെറ്റി. എക്സ് എന്ന് പറയുന്നത് ഒരേ ഒരു നമ്പറിൻ്റെ വ്യത്യസ്ത കൃതികൾ എക്സ്. അതുകൊണ്ടാണ് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞെടുത്തേനെ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തി വയ്ക്കരുത്. ചിലപ്പോൾ ഇതിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവേ. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് എക്സ് ഒരു നമ്പർ. അപ്പോൾ ഒരേ ഒരു നമ്പറിൻ്റെ പല കൃതികൾ, അതിൻ്റെ ചിലപ്പോൾ 2-ാം കൃതി ആവാം, 3-ാം കൃതി ആവാം, 4-ാം കൃതി ആവാം. അങ്ങനെ ഒരേ ഒരു സംഖ്യയുടെ പല കൃതികൾ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ആ സംഖ്യ എഴുതി അതിൻ്റെ കൃത്യംഗങ്ങളുണ്ടല്ലോ, ആ കൃത്യംഗങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ കൂട്ടി എഴുതാം. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് എക്സ് പവർ എം ഇൻറ്റു എക്സ് പവർ എൻ എന്ന് പറയുന്നത് എക്സ് പവർ എം പ്ലസ് എൻ. ഓക്കെ, ഇനി എന്താ രണ്ടാമത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? ഇത് അതേപോലെ തന്നെ നിങ്ങൾ ബോക്സിലാക്കി നോട്ടിൽ എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്കിത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അടുത്തത്, ഒരേ സംഖ്യയുടെ 2 കൃതികളുടെ ഗുണനഫലം ആ സംഖ്യയുടെ തന്നെ കൃതിയാണ്. ടീച്ചർ പറഞ്ഞില്ലേ? ഇതാ നോക്ക്, മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താ? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ. അതായത് ഒരേ സംഖ്യയാണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരേ സംഖ്യ. ഇനി അതിൻ്റെ 2 കൃതികളാണ് അല്ലേ തന്നിരിക്കുന്നത്. എക്സിൻ്റെ ഒരു കൃതിയാണ് എക്സ് കൃതി എം എന്ന് പറയുന്നത്, എക്സിൻ്റെ ഒരു കൃതിയാണ് എക്സ് കൃതി എൻ എന്ന് പറയുന്നത്. ഇനി ഈ 2 കൃതികളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യയുടെ തന്നെ മറ്റൊരു കൃതിയാണ് അല്ലേ? എക്സ് കൃതി എം പ്ലസ് എൻ അല്ലേ? ഈ എം പ്ലസ് എൻ എന്ന് പറയുന്നത് എക്സ് കൃതി എം പ്ലസ് എൻ എന്നാണ് പറയുന്നത് അല്ലേ? അതും എക്സിൻ്റെ ഒരു കൃതി തന്നെയല്ലേ? എന്താണത്? എക്സ് കൃതി എം പ്ലസ് എൻ ആണ് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, the product of 2 powers of the same number is a power of this number. ഇവിടെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃതി കേട്ടോ. ഇനി തേർഡ് ബോക്സിൽ എന്താ പറയുന്നത്? ഗുണനഫലത്തിൻ്റെ കൃത്യംഗം സംഖ്യയുടെ കൃത്യംഗങ്ങളുടെ തുകയാണ്. The exponent of the product is the sum of the exponents of the factors. അല്ലേ? നിങ്ങൾ എക്സ് പവർ എം ഇൻറ്റു എക്സ് പവർ എൻ നോക്കിയേ. എന്താ പ്രത്യേകത? ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ നിന്നാണ് എക്സ് പവർ എം ഇൻറ്റു എക്സ് പവർ എൻ എന്ന് പറയുന്നത് എക്സ് പവർ എം പ്ലസ് എന്നിൽ നിന്നാണ് തൊട്ടടുത്ത 2 ബോക്സ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരേ സംഖ്യകളുടെ 2 കൃതികളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ തന്നെ മറ്റൊരു കൃതിയായിരിക്കും, മറ്റേതെങ്കിലും ഒരു കൃതി തന്നെയാണ്. അതാണ് എക്സ് പവർ എം പ്ലസ് എൻ എന്ന് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, എക്സ് പവർ എം ഇൻറ്റു എക്സ് പവർ എൻ എന്ന് പറയുന്നത് എക്സ് പവർ എം പ്ലസ് എൻ ആണ്. അതായത് എമ്മും എന്നും കൂട്ടി എഴുതിയിരിക്കുകയാണ്. അതായത് എന്താണ്?
കൃത്യംഗങ്ങളുടെ തുകയാണ് നമ്മുടെ ഗുണനഫലം എന്ന് പറയുന്നത് അല്ലേ. അതാണ് പറയുന്നത് ഗുണനഫലത്തിന്റെ കൃത്യംഗം എന്ന് പറയുന്നത്. അതായത് x⁻m+n ആണ് നമ്മുടെ എന്ത് ഗുണനഫലം എന്ന് പറയുന്നത്. ആ ഗുണനഫലത്തിന്റെ കൃത്യംഗം ചോദിക്കുമ്പോഴാണ് m+n എന്ന് പറയുന്നത്. ഈ m+n എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യയായ കൃത്യംഗങ്ങളുടെ തുകയല്ലേ. നമ്മുടെ സംഖ്യകളുടെ കൃത്യംഗങ്ങൾ ഏതാ, എമ്മും എന്നും അല്ലേ. അപ്പോൾ m+n ആണ് നമ്മുടെ ഗുണനഫലത്തിന്റെ കൃത്യംഗം എന്ന് പറയുന്നത്. അതായത് m+n എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സംഖ്യകളുടെ കൃത്യംഗങ്ങളുടെ തുകയാണ്. ഈ ഒരു റൂള് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇവിടുന്ന് സുഖമാണ്. ഈ ഒരു റൂള് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഫുൾ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാവുന്നതാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു സംഖ്യയാണ് നമ്മൾ എടുക്കുന്നത്. ഏതൊരു സംഖ്യ അത് ഒരേ സംഖ്യയാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരേ സംഖ്യ. 5 എടുക്കുകയാണെങ്കിൽ 5 തന്നെ, 6 എടുക്കുകയാണെങ്കിൽ 6 തന്നെ. അതിൻ്റെ ഏത് കൃതികൾ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് ഗുണിച്ച് നോക്കിക്കോളൂ. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു കൃതിയായിരിക്കും. ആ കൃതി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗുണിച്ച കൃത്യംഗങ്ങളുണ്ട് അല്ലേ. ഒരു സംഖ്യയുടെ നമ്മൾ 2 കൃത്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗുണിച്ചിരിക്കുന്നത് അല്ലേ. ആ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടി എഴുതുന്നതായിരിക്കും നമ്മുടെ ഗുണനഫലത്തിലെ നമ്മുടെ സംഖ്യയുടെ കൃത്യംഗം എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഗുണിച്ച് എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അത് പറയുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.